ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടിരിക്കുന്ന ബിലാൽ വന്നിരിക്കുകയാണ്. കതകിൽ മുട്ടി കതകു തുറന്നു നോക്കി കാണുന്നത് ആരെയെന്നറിയോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തേ ബിലാല്, എന്തേ ബിലാല്, എന്തേ ബിലാല്? മുത്തുനബി പറഞ്ഞയച്ചതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട്. ബിലാൽ ചെന്നതാണ്. ഖദീജ പറഞ്ഞു, പെങ്ങളെ ഒരല്പസമയം നിൽക്കാമോ എന്ന് പറഞ്ഞു. പെങ്ങളെ അങ്ങനെ പറഞ്ഞു ബിലാൽ കാത്തു നിൽക്കുകയാണ്. ഖദീജാന്റെ വീടിന്റെ കവാടം താനെ തുറക്കുകയാണ്. കൈമാറ്റം മുന്നിലേക്ക് നീണ്ടു വരികയാണ്. ഖദീജ അതിന്റെ അകത്തേക്ക് എന്തോ ഒരു സാധനം ഇടുന്നു. ബിലാൽ തങ്ങൾ ബക്കറ്റിന്റെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ ബിലാൽ ഞെട്ടിപ്പോയി. പടച്ചവനെ, എന്തൊരു സദഖയാണിത്, എന്തൊരു സദഖയാണിത്! ബിലാൽ ബക്കറ്റുമായി ഓടി വരികയാണ്. ബക്കറ്റിന്റെ അകത്ത് കിടന്ന ആ സാധനം എടുത്ത് ബിലാൽ കൈവെള്ളയിൽ വെച്ചു. എന്റെ പ്രിയപ്പെട്ടവങ്ങളോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദൂരത്ത് നിന്ന് നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ബിലാൽ ഇങ്ങനെ കയ്യും പിടിച്ചോടി വരുന്നതാണ്. എന്താ ബിലാല് കൈവെള്ളയിലോ? ബിലാൽ തിരുനബിയുടെ മുന്നിൽ വന്നിട്ട് ആ കൈവെള്ള ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോ ഇസ്ലാമിന്റെ കറുത്ത മാണിക്യത്തിന്റെ കൈവെള്ളയിലിരിക്കുന്നത് ഖദീജ ബീവിയുടെ മുറിച്ചെടുത്ത ചെവിയുടെ കഷ്ണമാണ്. ചെവിയുടെ കഷ്ണമാണ് പെങ്ങളെ. ഇതങ്ങ് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെവിയുടെ ഭാഗം വാങ്ങിച്ചുകൊണ്ട് ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജാന്റെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോ ഇത് എന്താണ് ഖദീജ എന്ന് ചോദിക്കുമ്പോ ആ ഖദീജ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെ വിവാഹം കഴിക്കുന്ന കാലമോർമ്മയുണ്ടോ നബിയേ? അങ്ങനെ വിവാഹം കഴിക്കുന്ന കാലമോർമ്മയുണ്ടോ നബിയേ? അന്ന് മക്കത്തെ ഏറ്റവും വലിയ കുലപതിയായ കുലീനയായ പെണ്ണായിരുന്ന ഖദീജയായ ഞാനോ, ഖുവൈലിദിന്റെ മകളായ ഞാനാ, ഇട്ടുമൂടാനുള്ള സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് അങ്ങേക്ക് ഞാൻ ദാനം തന്നില്ലേ യാ റസൂലല്ലാഹ്? അങ്ങുമായി ബന്ധപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അത് കാണുമ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ കാശ് കൊടുത്തില്ലേ? ഖദീജ ബീവിയുടെ കല്യാണത്തിന്റെ രംഗം മുത്തുനബി വിവാഹം കഴിക്കാൻ വരുമ്പോൾ ആ ദിവസത്തിന്റെ മനോഹരമായ മുഹൂർത്തം അൽ ബിദായയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാ വരുന്നുണ്ട്. കല്യാണം കൂടാൻ ആരാന്നറിയോ? ആരാന്നറിയോ? ഹലീമത്തു സഅദിയ വരുന്നുണ്ട്. ആരാ ഹലീമത്തു സഅദിയ എന്നറിയുമോ? പുന്നാര നബിയെ മാറോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് നുകർന്നു കൊടുത്ത നമ്രത്തെന്ന പൊന്നുമോനെ റദാഅത്തിന്റെ ബന്ധത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്ത അനാഥബാലനായിരുന്ന ആമിന എന്ന പൊന്നുമ്മയുണ്ടല്ലോ, ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അനാഥനായ ചോര പൈതലായിട്ട് ആമിന ബീവിയുടെ കൈവെള്ളയിൽ കിടക്കുന്ന സമയത്തോ, അനാഥനല്ലയോ, കാശ് കിട്ടില്ലല്ലോ, വേതനം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും മടക്കി അയച്ചപ്പോ ഓടി വന്ന ആ മുഖത്തിന്റെ പ്രകാശം തൊണ്ടിപ്പടം പോലെ ചുവന്നു തൊടുത്ത മുത്തുനബി എന്ന പൈതലിന്റെ ചെഞ്ചുണ്ടുകൾ കണ്ടപ്പോ ആ ഹലീമത്തു സഅദിയ മാറോട് ചേർത്ത് പിടിച്ചിട്ട് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു കൈപിടിച്ചു കൊണ്ടുപോയില്ലയോ? ആ ഹലീമത്തു സഅദിയ മുത്തുനബിയെ കാണാൻ വരികയാണ്. തന്റെ വളർത്തുമകന്റെ കല്യാണം മക്കയിലെ കുലീനതയായ ഹുവൈലിദിന്റെ മകളുമായി നടക്കുമ്പോ ക്ഷണം നിറഞ്ഞിട്ട് വന്ന ഹലീമ ബീവിയോ, ആദരവായ ഖദീജ ബീവി 80ഓളം ആടുകളെയും ഒട്ടകങ്ങളെയും കൊടുത്ത് സ്വീകരിക്കുമ്പോ ഖദീജ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ ഏതേത് ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കഴിഞ്ഞ വർഷം വന്നപ്പോ സ്വർണം തന്ന പെങ്ങന്മാരില്ലയോ? അത് ഹലീമാന്റെ ഈമാനുള്ള പെങ്ങളോ, ഖദീജാന്റെ ഈമാനുള്ള പെങ്ങളോ, സഅദിയ ഗോത്രത്തിന്റെ ആ മഹദിയോട് ചേർന്നിരിക്കുന്ന പെങ്ങളോ? എന്റെ യാ റസൂലല്ലാഹ്, അങ്ങനെ കൊടുത്തു അവസാനം ബിലാൽ വീട്ടിൽ വന്നു. വീണ്ടും അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ അലമാരി തുറന്നു നോക്കി, ഒരു നാണയത്തൊട്ട് ഞാൻ കണ്ടില്ല നബിയേ. ഞാൻ എന്റെ ആഭരണങ്ങളുടെ തട്ടിങ്ങനെ തുറന്നു വെച്ചു നോക്കി. ആ ആഭരണങ്ങളുടെ തട്ടുകളിൽ ഒരു പവന്റെ സ്വർണ്ണാഭരണം പോലും ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ അരപ്പെട്ട തടവി നോക്കി, അരപ്പെട്ട കാണുന്നില്ല. എന്റെ പാദസരം കാണുന്നില്ല. എന്റെ കൈവെള്ള കാണുന്നില്ല. യാ റസൂലല്ലാഹ്, വള കാണുന്നില്ല, മാല കാണുന്നില്ല, ആഭരണങ്ങൾ കാണുന്നില്ല. ഇത് എവിടെ പോയ
പോയതാണ്. വീട് വെക്കാൻ നേരത്തെ സീതനം കിട്ടിയത് കൊണ്ടുപോയി മുഴുവൻ ബാങ്കിലടച്ചിട്ട് ദരിദ്രയായി പോയതല്ല ഖദീജ. മക്കളെ യൂറോപ്പിലേക്ക് പറഞ്ഞയച്ചിട്ട് ദാരിദ്ര്യത്തിലേക്ക് മാറിപ്പോയതല്ല ഖദീജ. മറിച്ച് പ്രിയപ്പെട്ടവങ്ങളോ, അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോൾ കൊടുത്തു തിരുനബിയോടുള്ള മഹബത്തിന്റെ പേരിൽ കൊടുത്തതാണ്. അവസാനം എന്റെ ഒരു ചെവിയിൽ ഒരു സ്വർണത്തിന്റെ പൊട്ട് മാത്രമാണ് ബാക്കിയായിട്ട് ഉണ്ടായിരുന്നത്. യാ റസൂലല്ലാഹ്, അതടിക്കാൻ നോക്കുമ്പോഴോ ഒരൽപ്പം ടൈറ്റായിരിക്കുന്നുണ്ട് നബിയേ. ഞാൻ എന്ത് ചെയ്യാനാ നബിയേ? അടിക്കാനാവുന്നില്ല നബിയേ. ബിലാലാണെങ്കിൽ കാത്തു നിൽക്കുന്നു നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടിട്ട് സമയമേറെയായി നബിയേ. ആ ഖദീജാന്റെ മനസ്സാട് ഖദീജ ബീവി പറയുകയാണ്, അഴിക്കുന്ന നേരമാകുമ്പോൾ ഒരുപാട് നേരം പോകുമല്ലോ. റസൂല് പറഞ്ഞു വിട്ടിട്ട് നേരം ഒരുപാടായല്ലോ. ഇത് അഴിക്കുന്ന സമയം നഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് സ്വതക്കയുടെ പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ എന്റെ ചെവിയങ്ങ് മുറിച്ചു. യാ റസൂലല്ലാഹ്, ഏറ്റമുക്കിന്റെ പെങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ച് വെറ്റിത്തടത്തിന് ചുംബനം കൊടുത്തിട്ട് പൊട്ടിക്കരയുകയാണ്. തങ്ങളെ ചോദിക്കട്ടെ, ഖദീജ മരിച്ചു കിടക്കുമ്പോ ഖദീജയ്ക്ക് കഫൻ പുടൈപതിയാ, ഖദീജയ്ക്ക് വസ്ത്രമുണ്ടായിരുന്നില്ല, കാലുമറയുമ്പോൾ തലമറയുമായിരുന്നില്ല. എങ്ങനെയാ പെങ്ങളെ ഖദീജ അവസ്ഥയിലേക്ക് എത്തിയത്, സുമയ്യ അവസ്ഥയിലേക്ക് എത്തിയത്? ചരിത്രത്തിലെ മഹനീയ വനിതകളൊക്കെ വലിയ കുലപതികളായിരുന്നവർ ദാരിദ്ര്യത്തിന്റെ നടുത്തളത്തിലേക്ക് പോയത്. അവരുടെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു തീർന്നില്ല. ജാദോബിയം വാലിൽ വബഊ നഫൂസഹു ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. രണാങ്കളത്തിലേക്ക് പോകാൻ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിട്ട് പിന്നെ തന്റെ ശരീരവും കൊടുത്തിട്ട് പളപളാമിന്നുന്ന വാളിന്റെ തലപ്പിന് വെട്ടേറ്റിട്ട് രണാങ്കളത്തിലേക്ക് പിടഞ്ഞു വീണ ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയ എത്രയെത്ര ചരിത്രത്തിലെ ഇതിഹാസങ്ങളാ, എത്രയെത്ര മഹാരഥന്മാരാ. അതുകൊണ്ട് പെങ്ങളെ, ഇനി ഏറെ പറയാനില്ല. ഈമാനുണ്ടോ നിനക്ക്? എല്ലാ വർഷവും ഈ മജ്‌ലിസിൽ നിന്ന് 6 തൗറിന്റെ മുകൾ തട്ടില് ആകാശം മുട്ടു നിൽക്കുന്ന ആകാശലോകത്തിനോട് വെട്ടിയൊരുമിക്കൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന പർവ്വതക്കെട്ടിന്റെ മുകൾ തട്ടിൽ നിന്ന് പാമ്പിന്റെ കൊത്തേറ്റിട്ട് പോലും പുന്നാരനബിയോടുള്ള മഹബത്ത് കൊണ്ട് പ്രണയം കൊണ്ട് മൗനം പാലിച്ചു പോയോ സിദ്ദീഖുമാരുണ്ട്, ഉമറുമാരുണ്ട്, ഉസ്മാൻമാരുണ്ട്, അലിയുണ്ട്. പരിശുദ്ധമായ ബദറിന്റെ ണാങ്കളത്തിലേക്ക് പോകുമ്പോ ഓടി വന്ന ഉദരത്തിൽ ചുംബനം കൊടുത്തിട്ട് സ്വർഗത്തിന്റെ അകത്തേക്ക് പോകാൻ ഇതാണ് എനിക്ക് നിധാനമെന്ന് പറഞ്ഞ ദൈനാർ നബി ത്വാഹ കമീസു കേറ്റി നബിന്റെ സവാദങ്ങോട്ടെടുത്തു ചീറ്റി. സവാദുണ്ടോ ഈ മജ്‌ലിസില്? അബൂബക്കറുണ്ടോ ഈ മജ്‌ലിസില്? ആയിഷയുണ്ടോ മജ്‌ലിസില്? കഴിഞ്ഞ വർഷം എത്രയെത്ര സവാദുമാരാ, എത്രയെത്ര ആയിഷമാരാ, എത്രയെത്ര ഖദീജമാരാ. അവര് മക്കളില്ലാത്തവര് വന്നിരുന്നു. ഞാനാണ് പെങ്ങളെ ഈ സദസ്സിന്റെ ആയിഷ എന്ന് പറഞ്ഞു ഏറ്റെടുത്തു. ഈ വർഷമാകുമ്പോഴേക്ക് അവർക്ക് മക്കളായി പോയി. ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഈ സാധുവിന്റെ ജീവിതത്തിലെ വാലിന്റെ പരമ്പരയിൽ നിന്ന് എണ്ണി പറയാൻ കഴിയോ? ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് അങ്ങ് നിശ്ചലിച്ചു പോയപ്പോ, വരാൻ കഴിയുന്നില്ല എന്ന ടെൻഷനിലായപ്പോ ഈ നാടിന്റെ ചെറുപ്പക്കാരനും പണ്ഡിതനായ ചെറുപ്പക്കാരനും ഷഫീഖ് ചൗഹരി എന്നെ വിളിച്ചു, തങ്ങള് എന്ത് വില കൊടുത്തും വരണോ. കാരണം എന്താ? 100 കണക്കിന് അനുഭവങ്ങളായി എനിക്ക് പറയാനുള്ളത്. ഖസീദത്തുൽ ബുർദാഇന്റെ വാർഷികത്തിൽ വന്നിട്ട് കഴിഞ്ഞ തങ്ങൾ വരാൻ തുടങ്ങി. 13 വർഷമായി നടക്കുന്നു. 4 കൊല്ലമായി തങ്ങൾ വരുന്നു. ഓരോ വർഷവും അറ്റുകൂടുന്നു. ക്യാൻസറുകൾ മാറുന്നു, രോഗങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ നീങ്ങുന്നു. അറിയുമോ നിങ്ങൾക്ക്? എല്ലാത്തിനും ഉപരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ ദുനിയാവിലൊന്ന് കാണണോ? ആഖിറത്തിലെത്തി പുന്നാര നബിയുടെ കൈയൊന്ന് ചുംബിച്ചിട്ട് ഹൗദുൽ കൗസർ കുടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നിന്നാലയിക്കപ്പെടണോ? ഏറ്റെടുക്കു ചെറുപ്പക്കാരാ. ഞാനാണ് ആയിഷയെന്ന് പറവങ്ങള്, ഞാനാണ് ഖദീജയെന്ന് പറയുവങ്ങള്, ഞാനാണ് ഉമ്മ ഇബ്രാഹിമുൽ ഹാഷിമി എന്ന് പറവങ്ങള്, ഞാനാണ് അബ്ബാസ് എന്ന് പറ ചെറുപ്പക്കാരാ. ഞാനാണ് മുത്തുനബിയോടൊപ്പം ഓരം പറ്റി ജീവിച്ച ചരിത്രത്തിലെ ധീരരായ മുൻഗാമികളായ മഹത്തുക്കളായ നക്ഷത്രതുല്യരായ സഹാബത്തായി അവരുടെ മനസ്സുമായി ഈ വെറ്റമുക്കെന്ന് ജീവിക്കുന്നതെന്ന് പറയൂ ചെറുപ്പക്കാരാ.